ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടി അപ്പച്ചനോട് ചോദിച്ചു, എന്തിന് പ്രാർത്ഥിക്കണം? അപ്പച്ചൻ തെല്ലുപുഞ്ചിരിയോടെ ആ മകനോട് പറഞ്ഞു, നിന്നെ അറിയുവാൻ, നിന്റെ കൂടെയുള്ളവരെ അറിയുവാൻ, നിന്റെ ദൈവത്തെ അറിയുവാൻ നീ പ്രാർത്ഥിക്കണം. ഇത് നോയമ്പ് കാലഘട്ടം. ഈ നോയമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ ദൈവത്തെ കൂടുതൽ അറിയുന്ന ദിനങ്ങളാണ്. പല പുണ്യങ്ങളും നന്മകളുമൊക്കെ ചെയ്യുന്ന ദിനങ്ങളാണ്. എന്തൊക്കെ നന്മകളാണ്, പുണ്യങ്ങളാണ് നിനക്കും എനിക്കും ചെയ്യുവാൻ കഴിയുക? ഈ 6-ാം ദിനത്തിൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥ വായന നമ്മുടെ ജീവിതത്തിൻ്റെ പുണ്യമാക്കി മാറ്റാം. അധികമൊന്നും വായിക്കേണ്ടെന്നേ, ഒരു വാചകം മതിയാകാം നിന്റെ ദിനത്തെ ധന്യമാക്കുവാൻ. ഒരധ്യായം വായിച്ചാലേ മതിയാകൂ എന്നാണെങ്കിൽ, ഒരധ്യായം ഈ 40 ദിവസത്തിൽ ഓരോ ദിനവും നീ വായിക്കുമ്പോൾ 40 അധ്യായം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പാരഗ്രാഫ് ആണെങ്കിലും, ഒരു വാചകമാണെങ്കിലും അത് നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ പതിയുന്നുവെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ വായന ഈ പുണ്യ നോയമ്പ് കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറില്ലേ? നമുക്ക് ഈ നോയമ്പ് കാലഘട്ടത്തിൽ, ഈ ദിനത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കാം. ദൈവവചനത്തിൽ ഒരു വാചകമെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഹൃദ്യമാക്കും എന്ന് തീരുമാനിക്കാം. ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.